ഒരുപാട് സന്തോഷമുള്ളത് കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഏതോ കാര്യമായ ദുഃഖം ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ചിലർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വോളണ്ടിയറായിട്ടൊക്കെ ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ ഉള്ളിലെ സങ്കടം മറ്റൊരാളിലേക്ക് എത്താനും സന്തോഷിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് അപ്പൻ്റെ അകാല മരണം, അമ്മയുടെ രോഗം, ഇത് രണ്ടുമാണ് ചാർലി ചാപ്ലിനെ 10-12 വയസ്സിൽ കൊമേഡിയനായിട്ട് സ്റ്റേജിൽ കയറ്റി നിർത്തുന്നത്. മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ഉള്ളിലെ സങ്കടം മറികടക്കുകയായിരുന്നു. ഇന്ന് ആഗോള ഉപവി ദിനമാണ്. അതായത് പരോപകാര പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. ഇന്ന് കൽക്കത്തയിലെ മദർ തെരേസയുടെ ദിവസമാണ്. അമ്മ ഒരിക്കൽ ഒരു മരച്ചുവട്ടിൽ ഒരു പ്രായമായ കുഷ്ഠരോഗി അങ്ങനെ കൂടിക്കൂടിയിരിക്കുന്നത് കണ്ട് അടുത്ത് ചെല്ലുകയാണ്. അയാളെ വിളിക്കുമ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് അയാൾ മരവിച്ച് ഇരിക്കുകയാണ്. അമ്മ ഒരുപാട് വാവിട്ട് കരഞ്ഞു വന്നു. പിന്നീട് മരണാസന്നർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം കാളിഘട്ടിൽ ആരംഭിക്കാനായിട്ട് അമ്മയ്ക്ക് ഈ സംഭവം പ്രേരണയാവുകയായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാര പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കുറച്ചുകൂടി കൈൻഡ് ആകുമ്പോൾ, കുറച്ചുകൂടി അലിവോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ആയുസ്സും ദീർഘിപ്പിക്കുന്നു. കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഞാൻ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന എന്നതിനേക്കാളും എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം കൂടി. ഒരിക്കലും ഞാനും സുഹൃത്തുക്കളും ഒരു വൃദ്ധസദനം കാണാനായിട്ട് സന്ദർശിക്കാൻ പോയി. അവിടെ ഒരു പ്രായമായ അമ്മയുടെ അടുത്ത് ഞാൻ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അമ്മ പല്ലൊന്നുമില്ല, നല്ല പ്രായമുണ്ട്, കിടപ്പിലാണ്, തനിച്ചാണല്ലോ. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ കരഞ്ഞ് എന്നോട് പറയുന്നുണ്ട്. ഭാഷയൊന്നും അത്ര വ്യക്തമല്ല, എന്നാൽ ഞാനങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ സങ്കടങ്ങൾ പറയാതെയായി, കരയാതെയായി. അമ്മയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ. എന്നിട്ട് എന്നോട് മോൻ്റെ വിശേഷം എന്നൊക്കെ പറഞ്ഞ് എന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഞാൻ പതുക്കെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ മുഖത്ത്, അമ്മയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. പിന്നീട് അമ്മ എന്നെ ചേർത്ത് പിടിക്കുകയും എനിക്ക് ഒരുപാട് എൻ്റെ കവിളത്ത് മുത്തങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഒരു നെറ്റിയിൽ ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ ചാർത്തി പല്ലില്ലാത്ത ആ മുഖം വായിച്ചിരിക്കുന്ന അമ്മയുടെ ആ ഒരു സുന്ദര മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാനായിട്ട് അയാളുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ മുഖം തെളിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശരിയായ സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെ ആരെ സന്തോഷിപ്പിക്കണം എന്ന ചിന്തയുമായി നമ്മൾ റോഡിലേക്ക് ഇറങ്ങി വഴിയിൽ ആർക്കാണ് സന്തോഷം വേണ്ടത് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും കൊറോണയാണ്, അങ്ങനെ പോകാനൊന്നും അനുവാദവുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുത്ത് സങ്കടത്തിൽ, നിരാശയിൽ, വേദനയിൽ ഒക്കെ കഴിയുന്ന, സങ്കടങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത ആരൊക്കെയോ ഉണ്ടായിരിക്കും. അവരിലേക്കാണ് നമ്മൾ തീർച്ചയായിട്ടും ചെല്ലേണ്ടത്. ചിലപ്പോൾ അരികിലാണെങ്കിലും ഒരു മതിൽക്കെട്ട്, നിശബ്ദതയുടെ ഒരു മതിൽക്കെട്ട് ചിലരെ ഒരുപാട് അകലെയാക്കി നിർത്താറുണ്ട്. നമുക്ക് ആദ്യത്തെ ചുവട് വയ്ക്കാം, കേൾക്കാനും നിന്റെ സങ്കടങ്ങൾ എനിക്കറിയണം എന്ന മനോഭാവത്തോടെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ചിലപ്പോൾ നമ്മൾ അയാളെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിലും ആശ്വാസം തെളിയാനായിട്ട് കാരണമാകും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു.